വിഷുക്കാലം മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ വലുതാണ്. അപ്പൊ 24നെ സംബന്ധിച്ച് നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഡിബേറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയം പറയാം, അത് വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി, വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയുക, ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം വിഷു ഉത്സവത്തിന്റെ എല്ലാ വിശേഷങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. തീർച്ചയായും. അപ്പൊ ശക്തമായ പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് 24ന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയെ ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് നടക്കുന്നത്. വർക്കല ക്ലിഫിൽ വൈകിട്ട് 4 മണി മുതലാണ് തത്സമയ പരിപാടി നടക്കുക. അനുജ രാജേഷാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്ന, ഈ സംവാദം നയിക്കുന്നത്, അല്ലെ ഗോപികൃഷ്ണൻ. അപ്പം അനുജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അനുജ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു അനുജ. ഗുഡ് മോർണിംഗ്. വിഷുവിനെ കുറിച്ചും വിഷു ആഘോഷങ്ങളെ കുറിച്ചും കണിയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റിങ്ങലിലാണ്. രാഷ്ട്രീയം പറയാനായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും സംഘടിപ്പിക്കുന്നത് പോലെ 24ന്റെ ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇന്ന് നടക്കാനിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പഴയ ചിറയൻകീഴാണ് 2009 ആറ്റിങ്ങലായി മാറിയത്. ചിറയൻകീഴ് മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലേക്കുന്നിൽ ബഷീറിന്റെ, അതുപോലെ വയലാർ രവിയുടെ, സുശീല ഗോപാലന്റെ ഒക്കെ പേരുകൾ. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഇടത് ചെങ്കോട്ടയാണ് ആറ്റിങ്ങൽ എന്ന് നിസ്സംശയം പറയാം. 91 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ, അതായത് 2019 വരെ ഇടതിനെ മാത്രം വിജയിപ്പിച്ചു പോന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. എത്രയോ പതിറ്റാണ്ടുകൾ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി, ഏറ്റവും വലിയ ഷോക്ക് നേരിട്ട ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ സമ്പത്ത് എന്ന കരുത്തനായ സ്ഥാനാർത്ഥി, അവരുടെ സിറ്റിംഗ് MP കൂടിയായിരുന്നു. അദ്ദേഹം 4ാം വിജയം തേടിയാണ് ഇറങ്ങിയത്. പക്ഷേ അടൂർ പ്രകാശ് എന്ന കോന്നി MLA ആറ്റിങ്ങലിൽ അപരിചിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മുന്നിൽ സമ്പത്തിനും അടിപതറി കഴിഞ്ഞ തവണത്തെ UDF തരംഗമൊക്കെ നമുക്കറിയാം. 60,000-ലേറെ ഭൂരിപക്ഷത്തിനാണ് സമ്പത്തിനെ അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത്. ഇനി BJPയുടെ കാര്യം പറഞ്ഞാൽ BJPക്കും നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി. അതിനു മുൻപൊക്കെ ഉണ്ടായിരുന്നത് 11% വോട്ട് വിഹിതം എന്നുള്ളതാണ് 25% വർദ്ധിപ്പിച്ചു എന്നത്. ഇക്കുറി നമ്മൾ എടുത്തു പറയേണ്ട ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. സിറ്റിംഗ് MP, MLA കൂടാതെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ 3 പേരും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നേതാക്കൾ കൂടിയാണ്. ഇക്കുറിയും അടൂർ പ്രകാശിനെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട് UDF. അദ്ദേഹത്തെ എതിരിടാൻ LDFൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി, CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് എത്തുന്നു. അദ്ദേഹം വർക്കല MLA ആണ്. ശരി, ഏതായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് സംവാദ പരിപാടി നടക്കാൻ പോകുന്ന. അനുജയാണ് അതിന്റെ അവതാരക. വർക്കല ക്ലിഫിൽ വൈകിട്ട് 4 മണിക്ക് തത്സമയം ആ സംവാദ പരിപാടിയിൽ അവിടെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം. അവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ് വോട്ടർമാരുടെ പരിഗണനയിൽ വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ, ഇതൊക്കെ ഉന്നയിക്കാൻ കഴിയുന്ന വേദിയാണ് ഇവിടെ രാഷ്ട്രീയം പറയാം വൈകിട്ട് 4 മണിക്ക് വർക്കല ക്ലിഫിൽ.